ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു ടർക്കിഷ് ചായ കുടിക്കാൻ പോയ അപാരതയാട്ടോ ഈ കേട്ടത്. ഞങ്ങൾ ലക്നൗവിലെ ഒരു സ്ട്രീറ്റിൽ പോയപ്പോൾ കണ്ടതാട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും നല്ല ഫേമസും ആയിട്ടുള്ളൊരു ചായയാണല്ലോ ഈ ടർക്കിഷ് ചായ. അപ്പം അതിൻ്റെ ഒറിജിനൽ റിവ്യൂ എന്നാന്ന് നമുക്ക് കാണണ്ടേ? കാണിച്ചു തരാം. താഴെ വേണോ? കരി അതിനകത്തോട്ട് ഒഴിച്ചു. വേറെ ഒരു ചട്ടീനെ കൊണ്ട് എടുക്കുമായിരിക്കും. ചുട്ട ചട്ടിയില് തിളച്ച ചായ പിന്നെ ഒഴിക്കുന്നു. ഈ കരിക്കകത്ത് ചുട്ടിട്ട് പിന്നെയും പുകച്ചവയുണ്ടോന്നോ ഇല്ല, ചുവ കാണിയല്ലടി. ചുവയുണ്ടെങ്കിൽ അവരങ്ങനെ തരും. ചായ കുറുക്കുക. പുള്ളിയുടെ പായസം കപ്പ കഴിക്കണ്ട, ഇടി മധുര ശർക്കര കൂടുതല. അയ്യോ, നമ്മുടെ വീട്ടിലെ പായസം. ദൈവമേ, ഇറക്കിഷ്ടാനെ ഇത്ര അതിശയിച്ചു. വേണ്ടല്ലോ, വേണോ? നമ്മൾ രണ്ടല്ലേ പറഞ്ഞുള്ളൂ. നമ്മള് മൂന്നെണ്ണം പറഞ്ഞില്ല. അങ്ങനെ ടർക്കിഷ് ചായയുടെ കാര്യത്തിന് ഒരു തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പാനിപൂരി കഴിക്കാനായിട്ടോ. ഞാൻ മൂന്നെണ്ണം അല്ലെ, ഞാൻ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ട മേടിക്കാനോ. हाँ 2 मिनट समय देंगे भैया, 2 मिनट इस तरह. ഇപ്പൊ നിങ്ങൾക്കൊരു പാനിപ്പൂരി തിന്നാൻ കൊതിയാവുന്നില്ലേ? എന്നാണല്ലോ നമ്മുടെ പാനിപ്പൂരി നമ്മളെ ചതിച്ചില്ല കേട്ടോ. ഇനിയുണ്ട് ഒത്തിരി സാധനങ്ങൾ. ആ സ്ട്രീറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുക. ഓപ്പോസിറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ലൈവായിട്ട് പിസയും കബാബും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഏത് നാട്ടിൽ പോയാലും അവിടുത്തേതായിട്ടുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് കാണും. അപ്പോഴായിരിക്കും കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കഴിക്കാത്ത ഇനിയും കുറേ ഫുഡുകളുണ്ടെന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലക്നൗവിലെ സ്ട്രീറ്റ് ഫുഡ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.